ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി. കാലഘട്ടം മാറിയത് മറന്നുപോയി. ഇവനെ അറിയില്ലേ? വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം തുപ്പുന്ന ഒരു ക്രിസംഗി കെനഡി കരിമ്പിൻകാലൻ ഇന്ന് ആ വർഗീയ വിഷം തുപ്പുന്ന ക്രിസംഗി കണ്ണീരണിഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്. ഒന്ന് കേട്ടുനോക്ക്. അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളെ തേടിയും അവർ വരുമെന്ന്. അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു. നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയേണ്ടൂ. മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. സകല ചാനൽ ചർച്ചയിലും അല്ലെങ്കിൽ അവന്റെ യൂട്യൂബിലൂടെ മാത്രം വർഗീയത മാത്രം പടച്ചുവിടുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്രിസംഗിയാണ് അവൻ. ഒന്ന് നമ്മുടെ സാജൻ സ്കറിയ എന്ന് പറയുന്ന ആ മരമാക്രി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വർഗീയ വിഷം കേരളത്തിൽ തുപ്പുന്ന ഒരു ക്രിസംഗിയാണ് ഇവൻ, കെനഡി കരിമ്പിൻകാലൻ. എന്ന് ചാനൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദിനെയും BJP ഗവൺമെന്റിനെയും വാഴ്ത്തിപ്പാടുകയും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ വളരെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന ഒരു ക്രിസംഗിയാണിവൻ. ഇന്ന് അവൻ പറയുന്ന വാക്കുകളാണ്. മുമ്പ് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നാളെ അവർ നമ്മളെയും തേടി വരുമെന്ന്. അത് തന്നെ അല്ലടാ നാറി കുറെ കാലം തൊട്ടേ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിന്ന് മുസ്ലിങ്ങളെയാണ് ആക്രമിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളെയും തേടി വരുമെന്നാണ് പറഞ്ഞത്. നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളിൽ RSSകാരുണ്ടാവില്ല. നല്ലവരായ മുസ്ലിം സഹോദരങ്ങളിൽ വർഗീയവാദികൾ ഉണ്ടാവില്ല. നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങളിൽ ഇത്തരം വർഗീയ കോമരങ്ങൾ ഉണ്ടാവില്ല. അവരെല്ലാവരും മനുഷ്യനായിരിക്കും. കണ്ടില്ലേ, തൃശ്ശൂരില് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടില്ലേ തമ്പുരാന? ആരാ അവിടെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ലോട്ട് കൊടുത്തത്? നിങ്ങളല്ലേ? എന്നിട്ട് ഉത്തരേന്ത്യയില് നിങ്ങളുടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മതവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഒരു ആഘോഷങ്ങൾ പോലും നടത്താൻ സമ്മതിക്കാതെ പല മാളുകളിലും അതായത് ക്രിസ്മസിന്റെ സാധനങ്ങൾ വിൽക്കുന്ന പല കടകളും തച്ചു പൊളിക്കുന്നുണ്ട്. പള്ളിയിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പള്ളിയിൽ പോയിട്ട് ഫാദറിനോട് പോലും ഒരു സംഖി അടിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതുമായ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താ നമ്മുടെ കേരളത്തിൽ നടക്കാത്തത്? എന്തേ കേരളത്തിൽ സംഘപരിവാർ RSS BJP ഇല്ലേ? എന്നാൽ മറ്റു ഉത്തരേന്ത്യയെക്കാട്ടി ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ സംഭവിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ DYFI എന്ന് പറയുന്നൊരു സംഘടനയും ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം വരെ ഇവന്മാര് തലവെക്കൂല. അതുകൊണ്ട് തന്നെയാണ് അവന്മാരുടെ ഷൂനക്കി വിചാരധാരയിൽ എഴുതിയത് 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇവരെ 3 പേരെയും ഭയക്കണമെന്നാണ് അവരുടെ ഷൂനക്കി അവരുടെ വിചാരധാരയിൽ എഴുതിയത്. അപ്പോഴാ ക്രിസംഗി കരിമ്പിൻകാലെ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇവരുടെയൊക്കെ തനിനിറം എന്താന്ന്? മതി. ഇനിയും നിന്റെ ആ പുഴുത്ത നാവ് കൊണ്ട് വർഗീയത പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ തമ്മിത്തല്ലിപ്പുണ്ടാക്കണം കേട്ടടാ ക്രിസംഗി പുഴുത്തവനെ.